ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റേഴ്സാണ്. ഞാനും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ചീഫ് എം ഇ നികേഷ് കുമാറുമാണ് ഇപ്പോൾ ഫ്ലോറിലുള്ളത്. ഞങ്ങൾ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റേഴ്സ് ആരംഭിച്ചത്. ഇപ്പോൾ എൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടെ വരും. അതിനു മുൻപ് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ 14 വർഷമായി അതിന് തുടക്കകാലം തുടങ്ങി അതിന് ജന്മം നൽകിയ ശ്രീ എം വി നികേഷ് കുമാർ കഴിഞ്ഞ 28 വർഷത്തെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് 14 വർഷം അദ്ദേഹം ഇന്ത്യ വിഷനിലായിരുന്നു. അതിനുശേഷമുള്ള 14 വർഷം റിപ്പോർട്ടർ ടി വിയിലായിരുന്നു. ആ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമാണ്. ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം റിപ്പോർട്ടർ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന എം വി നികേഷ് കുമാർ ഇന്ന് ഞങ്ങളോട് വിട പറയുകയാണ്. ഞങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് നിന്ന് വിട പറയുകയാണ്. അപ്പം ആദ്യമായി തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങുന്ന കാലം തുടങ്ങി ആ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നട്ടെല്ല് എം വി നികേഷ് കുമാറായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു പ്രവർത്തന മേഖലയിലേക്ക് നികേഷ് കുമാർ പോവുകയാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതിയത്. ശ്രീ എം വി നികേഷ് കുമാർ, താങ്കളുടെ പ്രവർത്തന മേഖല മാറുകയാണ് ഇനി. റിപ്പോർട്ടർ ടി വി അദ്ദേഹത്തിൻ്റെ താങ്കളുടെ കുഞ്ഞാണ്. അപ്പോൾ താങ്കളുടെ കുഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് താങ്കൾ വേറെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായും ഒരു പുതിയൊരു കർമ്മരംഗം തേടി തന്നെയാണ് ഞാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിന് അറിയാവുന്നതുപോലെ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ജനിച്ചു വീണ വീട് പോലും ഒരു പാർട്ടി ഓഫീസ് പോലത്തെ ഒരു വീടാണ്. പിന്നീട് ഞാൻ സജീവമായ സ്കൂൾ, കോളേജ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതലായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന മേഖല എന്നുള്ള നിലയിലാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം എൻ്റെ മേഖലയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ കോടതിയിലാണ് ആ വിഷയം നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ 2010 ഈ കമ്പനിയോട് 2011 ചാനൽ സംപ്രേഷണം ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു നാൾ വഴികൾ എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പിന്നീട് സാമ്പത്തികമായ ചില പരാധീനതകൾ മൂലം അല്പം പിന്നോട്ട് പോകേണ്ടി വന്നു. എന്നിട്ട് പോലും അത് പിടിച്ചു നിർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പരിധിവരെ എനിക്ക് കഴിഞ്ഞു. പിന്നീട് എനിക്ക് നമ്മളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ അതിനു മുമ്പ് തന്നെ സഹകരിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം അക്കാര്യത്തിലൊരു തീരുമാനം പൂർണ്ണമായും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാരണം ആൻഡ്രൂ അഗസ്റ്റിന് അറിയാവുന്നതുപോലെ ഇതിൻ്റെ നെറ്റ്വർത്ത് 20 കോടിയായി ഉയർത്തണമെന്നുള്ള MIBയുടെ ഇത് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ആ നിലയിലുള്ളൊരു സാമ്പത്തികമായി കഴിവുള്ള ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ തീർച്ചയായും പൂർണ്ണമായും ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൻഡ്രൂ അഗസ്റ്റ്, റോയ് അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ ഇവരുമായിട്ട് എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിപരമായ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് വിശ്വാസമുള്ള, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരെ ഞാൻ ആൻഡ്രൂ അഗസ്റ്റിനോട് തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും എനിക്കൊരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ അത് വിശദീകരിക്കണമല്ലോ. അത് ആ മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എങ്ങനെയാണോ ഈ ടെലിവിഷൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പൂർണ്ണ വിശ്വാസം എന്നിലുള്ളത് കൊണ്ടാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് അറിയാമായിരിക്കാം, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ അല്പം മാറ്റുകയാണെങ്കിൽ ഈ ടെലിവിഷൻ ചാനൽ പൂർണ്ണമായും ഏറ്റെടുത്ത് ലാഭത്തിലാക്കി തരാം എന്ന് വാഗ്ദാനം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളെ പൊളിറ്റിക്കൽ അഫിലിയേഷനൊന്നും നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ പരിഗണിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എഡിറ്റോറിയൽ കാഴ്ചപ്പാട്, എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയുക എന്നുള്ളതല്ല, സമൂഹത്തിന് വേണ്ടി പൂർണ്ണമായും ഒരു ടെലിവിഷൻ ചാനൽ അതിൻ്റെ പ്രവർത്തനം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടോ മുന്നണിയോടോ നമ്മൾ അനുഭാവം കാണിക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തിലല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം പൂർണ്ണമായും, അതായത്
നമ്മളെപ്പോഴും പറയാറില്ലേ ഒരു ഒരു ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ള നിലയിൽ, ആ ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ള നിലയിൽ സമൂഹത്തോടൊപ്പം അതിൻ്റെ നമ്മൾ സെൽഫ്ലെസ്സായി പൂർണ്ണമായും നിങ്ങൾ ആളുകൾക്കൊപ്പം ഉണ്ടാവും, സാധാരണക്കാർക്കൊപ്പം ഉണ്ടാവും, അടിസ്ഥാന വർഗത്തിനോടൊപ്പം ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് എപ്പോഴും പൊതുരംഗത്ത് സജീവമായി നിൽക്കുക എന്നുള്ളത്. നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിലാണ് ആദ്യം പ്രവർത്തിച്ചത്. ഏഷ്യാനെറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം വാർത്ത വായിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നായി. അപ്പോൾ ഇവിടെ തത്സമയ സംപ്രേഷണം ഇന്ത്യയിൽ അനുവദിക്കാത്ത കാലഘട്ടത്തിൽ, അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഡൽഹിയിൽ പണിയെടുത്ത കുറച്ച് കാലം ഒഴിച്ച് ബാക്കിയുള്ള കാലങ്ങൾ മുഴുവൻ ഈ ന്യൂസ് റൂമിൻ്റെ ഉള്ളിലാണ്. എനിക്ക് പുറത്തു പോകാനും ഈ ആളുകളുമായിട്ടൊക്കെ ഇടപഴകാനും ഉള്ള ഒരു അവസരം കുറവായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സാങ്കേതികമായി ഞാൻ ഇപ്പോഴും റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇറങ്ങുന്നതിനെ സാങ്കേതികമായി ഇറങ്ങുന്നു എന്നേ പറയുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് സാങ്കേതികമായി ഇറങ്ങുന്നത്. ഒരു പൊതുപ്രവർത്തനത്തിൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്നതാകാൻ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങാൻ നമ്മുടെ മുന്നിലൊന്നുമില്ല. നമുക്ക് പൊതുപ്രവർത്തനത്തിൽ സജീവമാകാൻ കഴിയും എന്നൊരു ആഗ്രഹം മാത്രമാണ് വെച്ച് പുലർത്താൻ സാധിക്കും. ഞാൻ പിന്നെ ഉദ്ദേശിച്ചത്, നിങ്ങൾ സാധാരണ ഒരു മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ഇറങ്ങുന്ന സമയത്ത് MLA യോ MP യോ രാജ്യസഭാ സീറ്റോ കിട്ടിയാലാണ് സാധാരണ പോവുക. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടയ്ക്ക് താങ്കൾ മത്സരിച്ചെങ്കിൽ പോലും ഇപ്പോൾ എന്ന് പറയുന്നത് പാർട്ടി ഏറ്റവും പിന്നെ പ്രതിസന്ധി നേരിടുന്ന സമയം, ഇടതുപക്ഷം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയം. ഈ സമയത്താണ് താങ്കൾ എന്ത് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ കാരണം താങ്കൾ ഇന്ത്യ വിഷൻ തുടങ്ങിയ കാലം മുതൽ ചലഞ്ചുകളെ ഏറ്റെടുത്ത്, കാരണം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനലാണ്, 24 മണിക്കൂർ സമ്പൂർണ്ണ വാർത്താ ചാനലാണ് താങ്കൾ സ്റ്റാർട്ട് ചെയ്തത്. റിപ്പോർട്ടർ TV ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന വാർത്താ ചാനലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ എല്ലാ ചലഞ്ചുകളും ഏറ്റെടുക്കാൻ തയ്യാറുള്ള മനുഷ്യൻ. ആ ഒരു ചലഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പോലും ഇപ്പം ഇത് ചിലപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് ചിന്തിച്ചുകൂടായില്ല. അപ്പം താങ്കൾ എന്താണ് ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അത് ആറ്റോവേഷൻ താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒന്നുമില്ല. നോക്കൂ, നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ നാളെ എന്തെങ്കിലും ആകുമെന്നുള്ള ഒരു വിശ്വാസവുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടല്ല ഞാൻ കൈകൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ കൈകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. മാത്രമല്ല അതിലൊന്നും എനിക്കൊരു ആശങ്കയുമില്ല. കാരണം പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റിവെച്ച് നമ്മൾ ആളുകൾക്ക് ഒപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയുക, സഹജീവികൾക്കൊപ്പം ഉണ്ടാവുക എന്നുള്ള. മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിന് ഒട്ടും പരിഗണന കൊടുക്കാതെയാണ് മാധ്യമ ജീവിതത്തിൽ സജീവമായിട്ടുള്ളത്. അത് ആദ്യ കാലഘട്ടം മുതൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്കറിയാം. കാരണം അതെ, ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ താങ്കളുടെ അമ്മ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ ഇവിടെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് നോക്കൂ, ഈ സ്ഥാപനം നമ്മുടെ ചുമലിലാണുള്ളത്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുഴുവൻ, സഹപ്രവർത്തകർ മുഴുവൻ എന്നെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രധാനമായും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഞാനല്ലാതെ ഒരു അവതാരകൻ നമുക്കില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇട്ടിറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്, ഇതാണ് ഒരു ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ 2 ഇവൻറ്റുകൾ. അതിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൗണ്ടിങ് ആണ് ഏറ്റവും വലിയ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 5 വർഷത്തിനൊരിക്കൽ കിട്ടുന്ന ഒരു ഇവൻറ്റിനെ നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് നമുക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു മേഖലയല്ല പൊതുപ്രവർത്തനം. പക്ഷേ എനിക്ക് എൻ്റെ സഹജീവികളോടൊപ്പം കുറച്ചുകൂടി അടുത്ത് ഇടപഴകണം, കുറച്ചുകൂടി അവരുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അല്ല, പൊതുവേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പം അങ്ങ് പിന്നെ മാധ്യമ പ്രവർത്തകരായി രാഷ്ട്രീയക്കാരെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് അല്ലേ? ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് എങ്ങനെ മാധ്യമങ്ങളെ നോക്കിക്കാണും? തീർച്ചയായും എനിക്ക് മാധ്യമങ്ങളെക്കുറിച്ച് വിമർശനമുണ്ട്, നല്ല വിമർശനമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച്. കേരളത്തിലെ മാധ്യമപ്രവർത്തനം വളരെ സജീവമാണ്, എപ്പോഴും ഭയങ്കര അലർട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയ ദിശയിലൂടെ നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഒരു മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം
വലിയ ആശങ്കയുള്ള ഒരാളാണ്. അത് പക്ഷേ നോക്കൂ, എല്ലാത്തിനും വെല്ലുവിളികളുണ്ടല്ലോ. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ പലതും കാണുന്നു. ഇപ്പോൾ കുറേ കൂടി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നതുപോലെ സംസ്ഥാനത്തിൻ്റെ മാധ്യമരംഗത്തും മാറ്റങ്ങളുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്ന റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2011 സംപ്രേഷണം ആരംഭിക്കുമ്പോൾ അതിശക്തമായ രീതിയിൽ നമ്മൾ സർക്കാരുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ഭീഷണികളും അവഗണിച്ചുകൊണ്ട് നമ്മൾ ചില സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് രാഷ്ട്രീയക്കാരെ മുഖം നോക്കാതെ എതിർക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമുക്ക് മറ്റെല്ലാ മേഖലകളെയും ആ നിലയിൽ തന്നെ വിമർശനാത്മകമായി നോക്കാൻ കഴിയും. അതിനൊപ്പം മാധ്യമങ്ങളെയും വിമർശനാത്മകമായി നോക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ. അല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പം ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇല്ലാതെ എല്ലാവരും അങ്ങയുടെ സുഹൃത്തുക്കളാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയും എതിർപക്ഷത്തായി. അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങയുടെ എതിർപക്ഷത്തായി. അത് അങ്ങേക്ക് ഗുണമാണോ ചെയ്യുക, ദോഷമാണോ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളെന്തോ ആകാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒന്നുമില്ല എന്നുള്ളതാണ്, ഒരു ഡെക്കറേഷനും വേണ്ട എന്നുള്ളതാണ്. ഞാൻ വളരെ സൈലൻ്റായി ഇവിടുന്ന് ഇറങ്ങണം, സാങ്കേതികമായി ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇരിക്കുന്നത് പോലും. പക്ഷേ അത് നമുക്ക് കൃത്യമായൊരു സന്ദേശം നൽകണമല്ലോ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ എഡിറ്റേഴ്സ്. അല്ല നികേഷ് കുമാർ, സാധാരണ ഇതൊരു ഗോസിപ്പുകൾ, ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗോസിപ്പുകളുടെ കൂടെ ഒരു കേന്ദ്രമാണ്. അപ്പം ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും നികേഷ് കുമാർ മാറും എന്ന് കേട്ടാൽ അതിൻ്റെ കഥകൾ മെനയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ അത് എൻ്റെ സഹപ്രവർത്തകരെ ബാധിക്കരുത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സാങ്കേതികമായി എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായും ഞാൻ അടക്കമുള്ള എഡിറ്റർമാരെയൊക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്ഥാപനത്തിൽ മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിൽ തുടരുന്നുണ്ടാവുക. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് എഡിറ്റോറിയൽ ബോർഡുണ്ട്. അതിനകത്ത് ഏറ്റവും സജീവമായ മാധ്യമപ്രവർത്തന രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ രംഗത്തുള്ളവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് അവരെയൊക്കെ കണ്ടിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇളകുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് എൻ്റെ സ്ഥാപനത്തെ ബാധിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പരിപാടിയിലുള്ള പ്രധാന ഉദ്ദേശം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി, പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വിയിൽ എം ഇ നികേഷ് കുമാറും ഞാനും തമ്മിൽ റിപ്പോർട്ടർ ടി വിയിൽ തമ്മിൽ വന്നതിന് അതിന് ശേഷമുള്ള ബന്ധമല്ല, വർഷങ്ങൾ 10-14 വർഷത്തെ ബന്ധമാണ്. അപ്പം എന്താണ് ഞാനെന്നും എന്താണ് താങ്കളെന്നും നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നും ബ്രേക്കിങ്ങുകളും എന്നും ഇഷ്യൂസുകളുമാണ്. അപ്പോൾ അവരെ ഒരു ബോൾഡ്നെസ് അവരെ നിലനിർത്തേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ കടമയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടികൾ ഏറ്റവും നല്ല പരിപാടിയും ഏറ്റവും ജനങ്ങളെ ഏറ്റെടുത്ത പരിപാടിയും എന്ന് പറയുന്നത് മീറ്റ് എഡിറ്റേഴ്സാണ്. ഇനി താങ്കൾക്ക് മീറ്റ് എഡിറ്റേഴ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല. അത് താങ്കൾ എങ്ങനെ മിസ് ചെയ്യും? താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, മീറ്റ് എഡിറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ CEO ആയിട്ടുള്ള അനിൽ അയിരൂരാണ് യഥാർത്ഥത്തിൽ മീറ്റ് എഡിറ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ഏതാണ്ട് മെയ് മാസത്തിലൊക്കെ ആണല്ലോ നമ്മൾ പ്രോഗ്രാം കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനോടൊക്കെ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ പരസ്യമായി രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കേണ്ടി വരുമല്ലോ. നമ്മൾ ഓരോ വിഷയത്തിലും ഓരോ ചായ്വ് പ്രകടിപ്പിക്കേണ്ടി വരുമല്ലോ. ഞാൻ പൂർണ്ണമായും ഒരു CPM വെർഷനൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യത്യസ്തമായ വേർഷൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യോജിക്കാവുന്ന മേഖലകളൊക്കെ ഞാൻ യോജിച്ചിട്ടുണ്ട്, വിയോജിക്കാവുന്ന മേഖലകൾ മുഴുവൻ യോജിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അനിലൂരിൻ്റെ ഒരു പ്രോഗ്രാം കൺസെപ്റ്റിൽ നടന്നിട്ടുള്ള ആ പ്രോഗ്രാം വലിയ നിലയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മേലുള്ള ആരോപണമാണല്ലോ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വിഷയത്തിനോടുള്ള നമ്മുടെ ഒരു ചായ്വ് എന്ന് പറയുന്നത്. ആ ആരോപണം വേണ്ട, നമ്മളങ്ങ് ആ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് നമ്മുടെ ചായ്വ് പരസ്യമായി പറയുകയാണ് ചെയ്യുന്നത്. അതൊരു ബോൾഡ്നെസ്സാണ്. അതിനെ മലയാളി പ്രേക്ഷകർ അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ കണ്ടാലും ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന ഒരേ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ മീഡിയ എഡിറ്റേഴ്സാണ്. അപ്പോൾ അതിലെ ശരി തെറ്റുകൾ
ഞാൻ പറയുന്നത് ഒരു വലിയ കുറ്റം, വലിയ നമ്മളെന്തോ വലിയ സംഭവം ചെയ്തു, നിങ്ങൾ പറയുന്നതാണ് പൂർണ്ണമായി ശരി എന്നുള്ള നിലയിലല്ല ആളുകൾ അതിനെ കാണുന്നത്. നമ്മളോട് വിമർശനം ഉണ്ടാവും, നമ്മളോട് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ആളുകൾ പറയുന്നു. അത് മതി, നമ്മളും അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളും അത് ആ പ്രോഗ്രാം ഒരു ടോക്കിംഗ് പോയിൻ്റ് ആകുന്നതിലാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 5-6 പേര് ഇരുന്നിട്ട് എപ്പോഴും തർക്കിക്കുകയാണല്ലോ ചെയ്യുന്നത് പല വിഷയങ്ങളിലും. ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഷാൻഡോ അഗസ്റ്റിന്, മറ്റൊരു അഭിപ്രായമായിരിക്കും മറ്റൊരാൾക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തർക്കത്തിലേക്കൊക്കെ പോയി. അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? പുറത്തുനിന്ന് നോക്കിയിട്ട് ഇവിടെ പൊരിഞ്ഞ അടിയാണല്ലോ നടക്കുന്നതെന്നാണ്. അതായത് നമ്മൾ രാവിലെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ രാത്രി പോകുന്നത് വരെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണെന്നാണ് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിൻ്റെ കാഴ്ച. പിന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്താണെന്നറിയാമോ, ഇത് നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ഒരു ഡ്രാമയാണോ? അത് രണ്ടുമല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ടേബിളിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തർക്കമില്ല എന്ന് മാത്രമല്ല, ഇതൊരു ഡ്രാമയാക്കി നമുക്ക് അവതരിപ്പിക്കാനുള്ള സമയമില്ലല്ലോ. നമുക്ക് നമ്മൾ 7 മണിക്ക് ചർച്ചയും 7:30 ചർച്ച 8 മണിക്ക് ചർച്ച നടത്തിയവരാണ് ഈ പരിപാടിക്ക് 9 മണിക്ക് കയറുന്നത്. ചർച്ച മാത്രമല്ല നമ്മുടെ പണി ന്യൂസ് ഡെസ്കിൽ നമുക്ക് പണിയുണ്ട്, നമുക്ക് പലതരത്തിൽ വേറെ ജോലികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വിഷയം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ നിലയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ വലിയ നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം. ഇപ്പം ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു, കാരണം ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തള്ളാണെന്ന് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഇന്ത്യ വിഷനോടുകൂടി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വന്നിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ തന്നെയും അത് കൺസീവ് ചെയ്യുന്നതിലൊരു റോള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേറൊരാൾ കൺസീവ് ചെയ്തിരുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ അത് ഭാഗഭാക്കാകാൻ കഴിഞ്ഞു എന്നും അത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു എന്നും പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ. പിന്നെ നോക്കൂ, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശശികുമാർ അന്നേരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ശശികുമാർ ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനാണ്. പിന്നീട് ഡോക്ടർ MK മുനീറിൻ്റെ ഇന്ത്യ വിഷനിലാണ് പോയത്. അന്ന് MT വാസുദേവൻ നായർ സാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ MK മുനീറും MT വാസുദേവൻ നായരും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഹാർദ്ദമായിട്ടാണ് ഞാൻ അവിടെ നിന്നും ഡോക്ടർ മുനീറിനോട് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടിയാണ്. ഇവിടെ നിന്നും സാങ്കേതികമായി ഇറങ്ങുമ്പോൾ ഇപ്പോൾ ശ്രീ റോയ് അഗസ്റ്റിൻ, ശ്രീ ജോസൂട്ടി അഗസ്റ്റിൻ, ആൻറ്റോ, നിങ്ങൾ 3 പേരോടും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ സൗഹാർദ്ദത്തോടു കൂടിയും ഈ ഇവിടെയുള്ള എല്ലാ മുഴുവൻ മാധ്യമപ്രവർത്തകരും അല്ലാത്ത മാധ്യമപ്രവർത്തനത്തിലില്ലാത്ത എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടു കൂടി ഇറങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ കാര്യമാണ്. അല്ല, നമ്മൾ പൊതുവേ നമ്മളൊരിക്കലും ഇങ്ങനെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയം വരാറുണ്ട്. രാഷ്ട്രീയം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് രാഷ്ട്രീയത്തിലായിരിക്കും. രാഷ്ട്രീയം നമ്മൾ ആരും വിട്ടിട്ടില്ല. അതെ. പക്ഷെ അങ്ങയുടെ പ്രവർത്തന മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടറിനെ ഒഴിച്ചു നിർത്തിയാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന മേഖലയാണ്. അങ്ങേക്ക് അവിടെ ശോഭിക്കാൻ, അതിലേക്ക് തിരിച്ചു വന്നാൽ ഇനി പ്രവർത്തന മേഖല കണ്ണൂരായിരിക്കുമോ, എങ്ങനെയാണ്? ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് കണ്ണൂരൊക്കെ പോകണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഇപ്പോൾ എറണാകുളത്താണ്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ കണ്ണൂർ വിട്ടതാണ്. പിന്നീട് തിരുവനന്തപുരത്ത് പഠനം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നു, ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു, ഡൽഹിയിൽ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് 2002 ഞാൻ കൊച്ചിയിലേക്ക് വന്നതാണ്. ഇന്നിപ്പോൾ നോക്ക് 2024, 22 കൊല്ലം. 2002 അതെ, 21 വീട് റൂമാണ്. ഈ സാധനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ, നമ്മളൊരു ചെറിയ പെട്ടിക്കകത്തല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ 3 ജീവപര്യന്തം തടവ് അനുഭവിച്ചിട്ടുള്ള ആളാണ് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന്. കാരണം സാധാരണഗതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആ മാധ്യമപ്രവർത്തനം അയാൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾക്ക് നടന്ന് യാത്ര ചെയ്ത് മുഴുവൻ ജീവിതവും അനുഭവിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഈ ഡെസ്കിൽ കുടുങ്ങി പോകുന്ന എഡിറ്റർമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ, ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഇന്ത്യ വിഷനാണെങ്കിലും റിപ്പോർട്ടറിലാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ മാൻ സെൻട്രിക് ആയിരുന്നു. ഇപ്പോഴല്ല അത്, പക്ഷേ നേരത്തെ അങ്ങനെയായിരുന്നു, സിംഗിൾ മാൻ സെൻട്രിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജീവിതത്തിൽ സ്വതന്ത്രമായി നോക്കട്ടെ, എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. അപ്പം നികേഷ് കുമാർ, അങ്ങേക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് എൻ്റെ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, റിപ്പോർട്ടർ TVയിലെ എല്ലാ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് അംഗീകരിച്ചേ കഴിയുള്ളൂ. കാരണം അദ്ദേഹം എന്നും നമ്മുടെ കൂടെ ഉണ്ട്.
പക്ഷേ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ, ഒരു മാന്യത എന്ന് പറയുന്നത് സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ അവരുടെ കയ്യിലൊരു പിടി നിലനിർത്താൻ ശ്രമിക്കുമായിരുന്നു എന്നും. ആ പിടി എന്തിനാണ്? ഞാൻ മാധ്യമ പ്രവർത്തനത്തിൽ എൻ്റെ കയ്യിലൊരു മാധ്യമമുണ്ട്, ആ മാധ്യമത്തെ വെച്ച് എന്നോട് ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളോട് ഇപ്പോൾ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിനോട് പറയുകയാണ്, ഞങ്ങളിതാ എന്നെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ഞാനിപ്പോൾ തൽക്കാലം വാർത്ത വായിക്കുന്നില്ല, പക്ഷേ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിൽക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഒരു ഹാൻഡ് ഉണ്ടായിരുന്നു. ആ ഹാൻഡിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? ആ ഹാൻഡ് അദ്ദേഹം വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാധ്യമ പ്രവർത്തനം സെപ്പറേറ്റ്, അതിൻ്റെ ഒരു പവിത്രത അദ്ദേഹം കാത്തു. അത് അദ്ദേഹം നടത്തിക്കൊണ്ട് വന്നിരുന്ന മാധ്യമ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആ പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാണിക്കുന്ന മര്യാദ എന്ന് പറയുന്നത് നമ്മൾ മാധ്യമപ്രവർത്തകരും നമ്മുടെ പ്രേക്ഷകർക്കും ഒരു സ്വാഗതാർഹം അല്ലെങ്കിൽ അതൊരു കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ റിപ്പോർട്ടർ ടി വിയിലെ എല്ലാവരും, ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ എഡിറ്റോറിയൽ അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് അതൊരു വലിയ ഒരു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അങ്ങ് ഞങ്ങൾക്ക് കൂടെ തന്നിട്ടാണ് ഞങ്ങളുടെ ഭാഗത്തും പോകുന്നത്. ഇപ്പം എൻ്റെ കൂടെ റിപ്പോർട്ടർ ടി വിയുടെ ബാക്കി എഡിറ്റോറിയൽ അംഗങ്ങളെല്ലാവരും ചേരുകയാണ്. ശ്രീ അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയും. ഉണ്ണി ബാലകൃഷ്ണൻ വരുന്നതേ ഉള്ളൂ, പക്ഷേ ട്രാഫിക് ബ്ലോക്കിൽ കുറച്ച് ബ്ലോക്കായിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ അദ്ദേഹം ഓൺലൈനിൽ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവേശം കൊണ്ട് കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു ഫ്ലോറാണിത്. ഞങ്ങൾ പരസ്പരം ആശയപരമായി തല്ലുപിടിക്കുകയും വാർത്തകൾ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ആവേശം ചോരാതെ നിങ്ങൾക്കൊപ്പം നിന്ന നമ്മളുടെ കുടുംബത്തിലെ ഒരംഗം ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട എം വി നികേഷ് കുമാർ, ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ്. തീർച്ചയായും ഇത് മാധ്യമരംഗത്ത് ഒരു പദവി കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളായി എം വി നികേഷ് കുമാർ മാറുമ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ പഠിക്കുന്നൊരു പാഠമുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നിരിക്കലും രണ്ടിനും രണ്ടിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ടെന്നും ആ ഡിഗ്നിറ്റിയും ആ കൃത്യമായിട്ടുള്ള മേഖലയും തിരിച്ചറിയാൻ കഴിയണമെന്നും അത് പരസ്പരം കലരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുമുള്ള എം വി നികേഷ് കുമാറിൻ്റെ നിഷ്ഠയോട് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ടീമിൽ തുടരാൻ എം വി നികേഷ് കുമാറിന് സാധിക്കുമായിരുന്നു. പക്ഷേ എം വി നികേഷ് കുമാറാണ് ആ കോൾ എടുത്തത്. ഒരേ സമയം ഇതേപോലൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ അംഗമായോ തുടരുമ്പോൾ താൻ പിന്തുടരുന്ന ഒരു പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ്. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാഠവുമാണ്. അതൊരു പക്ഷേ എം വി നികേഷ് കുമാറിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന അവസാനത്തെ പാഠം കൂടിയാണ്. കാരണം ഞാനടക്കമുള്ള നിരവധി മാധ്യമപ്രവർത്തകർ എം വി നികേഷ് കുമാറിൻ്റെ, ഞങ്ങൾ സാധാരണ പറയാറുണ്ട് എം വി നികേഷ് കുമാറിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസം എന്ന്. എം വി നികേഷ് കുമാറിൻ്റെ സ്കൂളിൽ പഠിച്ചു വന്നവരാണ് ഞങ്ങളിൽ പലരും മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് തന്നെ എം വി നികേഷ് കുമാറിനോടൊപ്പമാണ്. ഈ ടെലിവിഷൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും വിവിധ ന്യൂസ് റൂമുകളിലെ സഹപ്രവർത്തകരും എം വി നികേഷ് കുമാറിൻ്റെ സഹപ്രവർത്തകരോ എം വി നികേഷ് കുമാറിൻ്റെ മെൻറ്ററിങ് അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ എം വി നികേഷ് കുമാർ ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഈ ഒരു പാഠം കൂടി തന്നാണ് പോകുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എം വി നികേഷ് കുമാർ നാളെ മുതൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലോ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ പരിപാടിയിലോ ഉണ്ടാവില്ല. പകരം എം വി നികേഷ് കുമാർ നാളെ മുതൽ CPM-ൽ ഒരു പാർട്ടി പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തനം തുടരുകയാണ്. എം വി നികേഷ് കുമാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുകയും ചെയ്യുന്നു. അല്ലേരൂർ സാറേ, വളരെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തീരുമാനമായിരുന്നു സാറിൻ്റെ. ഇപ്പോഴും ഞങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു വർഷം സാറിനോടൊപ്പമുള്ള ഈ യാത്ര, ഞാനിപ്പോൾ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിനോട് പറയായിരുന്നു, അനിലൂർ സാറിൻ്റെ കൺസെപ്റ്റാണ് മീറ്റ് ദ എഡിറ്റർ. അപ്പോൾ ഞാൻ ഇത്ര കലഹിച്ചിട്ടുണ്ടെന്നറിയാം നമ്മുടെ കോൺഫറൻസ് ഹാളിൽ. അത് സാധിക്കില്ല എന്നിട്ട്, പക്ഷേ അത് വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു. അല്ല, അതെനിക്ക് എപ്പോഴും സാറിന് പറയണ്ടേ, സാറിൻ്റെ ക്ലാരിറ്റിയുള്ള തോട്ട്സ് എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അത് എത്ര എതിർപ്പുള്ളതായാലും അനുകൂലിക്കുന്നതായാലും കറക്റ്റായിട്ട് പറഞ്ഞ് അതിനെ കൺവിൻസ്ഡ് ആയിട്ട് അടുത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അതിനൊരു ക്ലാരിറ്റി പുറത്ത് വരുമായിരുന്നു. ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മുടെ ഒപ്പമുള്ള ടീം മെമ്പേഴ്സിനെല്ലാം തന്ന സഹകരണം, പുതിയ ആൾക്കാർക്ക് കൊടുത്ത ഒരു ബ്രോഡ് മൈൻഡായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മൾ പുറത്ത് മറ്റ് നെറ്റ്വർക്കുകൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സാറ് ആ ഒരു
24 hours ന്യൂസ് ചാനൽ തുടങ്ങി 2 OB1 എടുക്കുക. ഇന്ന് 2 OB1 എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 2 OB1 എടുത്ത് ലൈവ് ചെയ്യുക എന്നൊക്കെ 2 5 5 ഉണ്ട്. പിന്നെ അതൊന്നും ഇവിടെ വരിക ഈ ഒരു ഫൈറ്ററാണ് MV നികേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാരണം നമുക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഇത്രയും സമ്പത്തും കാര്യങ്ങളും ഒക്കെ വേണ്ട ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്കിനെ 34ാമത്തെ വയസ്സിലല്ലേ, എനിക്ക് 34ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു അന്ന് എവിടെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്ന സമയത്ത്. അല്ല അതെ, ഞാൻ ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ വിഷനിൽ 28ാമത്തെ വയസ്സിൽ വന്നു. പിന്നെ അവിടെ 96 മാധ്യമപ്രവർത്തനം തുടങ്ങി അല്ലേ? 96 അത് ഇവിടുന്ന് ഇത് ഇത്രയും മാറ്റി വന്ന് മറിച്ച് ഇവിടുത്തെ വലിയൊരു ഇപ്പോഴും ഭയങ്കര ആ ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഇപ്പോൾ പുതിയ മേഖലയിലേക്ക് പോകുമ്പോഴും ശരിക്കും ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെയാണ് ഈ ഉള്ളിലെ എനർജി എന്നറിയാം. ഒരു പക്ഷേ ഇത് പറയുമ്പോഴേ പുതിയ മേഖല എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ പുതിയ മേഖലയല്ല, സോറി അങ്ങനെ പറയുന്നില്ല, താങ്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ മേഖലയാണ്. അതെ, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോയി ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു ആ നിലയിലൊന്നും അല്ലല്ലോ പോകുന്നത്. നമ്മളൊരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ള ആളുകളെ തീരുമാനിക്കും. അങ്ങനെയാണ് മാത്രമേ നമ്മുടെ പൊതുപ്രവർത്തനം പോലും വിജയിക്കുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ തീരുമാനമാണ്, ചെറിയ തീരുമാനമല്ല. അത് ഒരിക്കലും അപ്രീഷിയേറ്റ് ആയിരിക്കും. കാരണം ഒരു മേഖല വിട്ട് വേറൊരു മേഖലയിൽ, ഇഷ്ടപ്പെട്ടൊരു മേഖല വിട്ട് വേറൊരു മേഖലയിലേക്ക് പോവുക കടുത്ത വല്ല തീരുമാനങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളതായിട്ട് ഞങ്ങളത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തീരുമാനവും ഉണ്ട്. സാറിൻ്റെ ഈ ഒരു ഈ മേഖലയിലും എല്ലാ ഉയർച്ച ഉണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തന്ന സപ്പോർട്ടിന് എല്ലാം വളരെയധികം നന്ദി. ഒരു എല്ലാവരും ഞാനും തമ്മിൽ ഏഷ്യാനെറ്റിൽ പിന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ നിങ്ങൾ സ്റ്റുഡിയോയിലാണ് അല്ലേ? ഏയാട് സ്റ്റുഡിയോയിൽ ഞങ്ങൾ പിന്നെ ഡൽഹിയിൽ ആയുർവേദ കോളേജിൻ്റെ അവിടെയുള്ള ന്യൂസ് സ്റ്റുഡിയോയിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. എങ്കിൽ പോലും ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഒരേ ആവശ്യത്തിന് വേണ്ടി അതായത് അതിൽ ഞങ്ങൾ അന്നും നമ്മൾ നോട്ട് എന്താ വെച്ചാൽ അന്ന് ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള ആൾക്കാർ എന്നുള്ള നിലയിലാണ്. അപ്പോൾ യങ് ജേർണലിസ്റ്റിൽ നിന്നും വന്ന ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര വൈബ് നമുക്ക് ഫീൽ ചെയ്ത്, അന്നും ഫീൽ ചെയ്ത്, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴുള്ള ഇവിടെ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഒരു ഏരിയയിലേക്ക് ഞാൻ എങ്ങനെയെങ്കിലും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകാത്ത രീതിയിൽ എൻ്റെ ഒരു ബിഹേവിയർ സെറ്റ് ചെയ്തെടുക്കുക. കാരണം ഞാൻ എല്ലാത്തിനകത്തും അമിതമായ ആവേശം കാണിക്കുന്ന ആളാണല്ലോ. ഈ ഒരു സാധാരണ കാര്യം ചെയ്യേണ്ടത് ഞാൻ കുറച്ചുകൂടി ഒരു പിന്നെ ഇനീഷ്യേറ്റീവിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ പുതുതായി വന്ന സമയത്ത് എനിക്ക് പിന്നെ പല മേഖലകളിലും ഇടപെടാനും ഒക്കെ ഞാൻ വളരെ കരുതലോടുകൂടി ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ കരുതലോടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായി. അത് പക്ഷേ അതൊരു നല്ല ലീഡറിൻ്റെ ശൈലിയാണ്. അത് ആ കംഫർട്ട് സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തു. പല സ്ഥലത്തുനിന്നും ആൾക്കാരെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി. പിന്നെ ഈ കാഴ്ചപ്പാടുകളൊക്കെ ഒരു മാർഗ്ഗദർശനം തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു ശരിക്കും. എനിക്ക് പേഴ്സണലി എനിക്കത് ഭയങ്കര ഈ പ്രായത്തിലും അതൊരു ഭയങ്കര എനർജി തന്നിട്ടുണ്ട്. വളരെ നല്ല എനർജി തന്നിട്ടുണ്ട്. വളരെ താങ്ക് യു. എനിക്ക് എപ്പോഴും ജീവിതത്തിൽ അത് നല്ല മൊമെൻറ്റുകളാണ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ചെയർമാൻ റോജി കൃഷ്ണൻ. എന്നെ അപേക്ഷിച്ച് നികേഷ് സാർ എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണലി റിപ്പോർട്ടർ TV-നെ അപേക്ഷിച്ചൊരു നഷ്ടമായിരിക്കും. പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആസ് എ ബ്രദർ നമുക്കെന്താ പിന്നെ എപ്പോഴും ഒന്നിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ താഴെ ഇരുന്ന് പറയായിരുന്നത്, അതായത് നമ്മൾ 3 പേരും റിപ്പോർട്ടറിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ്ട് എല്ലാ 1-2 ദിവസങ്ങളിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അല്ലേ? 1-2 ദിവസം കൂടുതൽ നമ്മൾ കാണാതിരിക്കാറില്ല. മണിക്കൂറുകൾ ഫോണിലല്ല, അതെ, നേരിട്ട് മണിക്കൂറുകൾ. അതെ, അത് ആഴ്ചയിൽ 2-3 ദിവസം ഒന്നിലും ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അങ്ങോട്ട് വരും. അതുകൊണ്ട് നമ്മളിരുന്ന് രാത്രി 10-12 മണി വരെ ഇരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പിന്നെ ശരിക്കും റിപ്പോർട്ടർ TV-യിലേക്ക് ഞങ്ങളും കൂടി ഫുള്ളായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഇച്ചിരി മാറി സമയമില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികം. അതെ എല്ലാം ആശംസകൾ നേരുന്നു. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാര്യത്തെക്കുറിച്ച് പറയാനില്ല. സ്മൃതി, എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക്, ഒരു വാർത്താ അവതാരകൻ എന്ന നിലയ്ക്കൊക്കെ 96 മുതൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഇന്ത്യ വിഷനിൽ 2007 ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഊർജ്ജം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ എനർജി ലെവൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്കിൽ എന്ന് വെച്ചാൽ ആകെ ബഹളമാണ്. MV നികേഷ് കുമാറിൻ്റെ ശബ്ദം ഇങ്ങനെ എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണ് പോകാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. ഒരു ബ്രേക്കിംഗ് ആയാലും, ബ്രേക്കിങ്ങിനൊക്കെ അദ്ദേഹത്തിൻ്റെ
ശൈലിയുണ്ട്. അതായത് വെർബാറ്റം രീതിയിൽ തന്നെ വാർത്താ സമ്മേളനങ്ങൾ കൊടുക്കുന്ന ഒരു ശൈലി കൊണ്ടുവന്ന അദ്ദേഹമാണ്. പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് അതേ രീതിയിൽ തന്നെ ബ്രേക്കിംഗ് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. പിന്നീട് നമ്മളെല്ലാവരും അതിന് പിന്നാലെ പോവുകയായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം തുടങ്ങി വയ്ക്കുകയും ബാക്കി എല്ലാവരും പിന്നാലെ പോവുകയും ചെയ്യും. നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെ വന്ന ആളുകളാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഈ ശൈലി കാണുന്നതിന് മുൻപ് തന്നെ നമ്മളൊക്കെ ചിലപ്പോൾ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലി എന്താണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിഷ്വൽ മീഡിയയുടെ ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുത്തതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. അതുപോലെ 2 ചാനലുകൾ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ സമയത്തും ഞാൻ ആ ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, അത് നമുക്കെല്ലാം പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓടി നടന്നിരുന്ന ഒരാൾ നമ്മളൊക്കെ ഇപ്പോൾ വന്നിപ്പോൾ രണ്ടാമത് റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സൈഡിലേക്ക് മാറിയെന്ന് നമ്മളെയൊക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ശൈലിയിൽ വല്ലാത്തൊരു വ്യത്യാസം അദ്ദേഹം കൊണ്ടുവന്നു. അത് നമുക്കൊരു സ്പേസ് തരികയായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നെ എന്താണ് എനിക്ക് അദ്ദേഹത്തെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് വിട്ടത്. അതെ, നമ്മളെ ഒന്ന് സ്വയം പര്യാപ്തരാക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിക്ക് പറ്റും. വെച്ചാൽ ഫുൾ ടൈം ഈ എനർജിയാണല്ലോ, ഇങ്ങനെ ചാടി നിൽക്കുന്ന എം വി നികേഷ് കുമാറിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, നമുക്കൊക്കെ സ്പേസ് തന്നു. പിന്നെ മാത്രമല്ല, പലപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ വിഷൻ ആയാലും റിപ്പോർട്ടിൻ്റെ ഒരു ഘട്ടമായിരുന്നാലും വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ സമയത്തും അദ്ദേഹത്തിൻ്റെ എനർജി കണ്ടിട്ടാണ് അതിന് താഴെയുള്ളവരൊക്കെ അതിന് പിടിച്ചു നിന്നത്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും. അപ്പോൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കഴിവ്, അത് ബാക്കിയുള്ളവരിലേക്ക് പകരാനുള്ള കഴിവ്, അതൊരു എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും നിരാശരാകുകയും പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പൊതുവെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിലുള്ളവർ. ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴേക്കും. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ അടുത്ത് കാണിക്കുക പോലുമില്ല. അങ്ങനെ ആ ഊർജ്ജം നമ്മളിലേക്കൊക്കെ പകർന്നു കിട്ടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തെറ്റായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതുണ്ട്. അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് തന്നെ അങ്ങനെയുണ്ട്. ആ ഒരു എനർജി ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ശൈലി ആയിരിക്കണം. അപ്പോൾ എന്താ പറയുക, അതിൽ നന്നായി ശോഭിക്കാൻ കഴിയട്ടെ സാറിന്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നേരിടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാർ എല്ലാ കാലത്തും നമ്മളോടൊക്കെ കോണ്ടാക്ട് ഉണ്ടാവണം. പറഞ്ഞു വിടാണ്ടിരുന്നാൽ മതി. വലിയൊരു യാത്രയ്ക്ക് പോണ പോലെയാണ്. ശ്രീ ജോസഫ് അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ. സാറ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ സബോർഡിനേറ്റിൻ്റെ എല്ലാവരുടെയും മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്വപ്നമാണ് റിപ്പോർട്ടർ TV. അപ്പോൾ ആ സ്വപ്നം ശരിക്ക് എനിക്ക് മനസ്സിലായിടത്തോളം, നമുക്ക് എല്ലാവർക്കും മനസ്സിലായിടത്തോളം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിൽ എത്തിച്ചിട്ടാണ് നികേഷ് സാർ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ കരുത്തും ശക്തിയും നികേഷ് സാർ ഇവിടെ തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നികേഷ് സാറ് ഇനി പോകുന്ന അടുത്തൊരു പ്രവർത്തന മണ്ഡലത്തിൽ അത് വളരെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നികേഷ് സാറിന് സാധിക്കും. കാരണം നമ്മൾ നികേഷ് സാറിൻ്റെ ഒരു പരിശ്രമം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിശ്രമത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വിജയം കണ്ടവരാണ്. അപ്പോൾ ആ ഒരു വിജയത്തിൽ നിന്ന് നികേഷ് സാറിന് ഇനി പോകുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ ശക്തമായിട്ട് ആ ഒരു സംവിധാനത്തിലെ കഷ്ടപ്പാടിൽ എങ്ങനെ തരണം ചെയ്ത് അത് സംവിധാനത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ നികേഷ് സാറിന് പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ 3 പേരും ഞങ്ങളുടെ ഒരു ബ്രദർ എന്നുള്ള നിലയിൽ 4മതൊരാളായിട്ടാണ് നികേഷ് സാറിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉപദേശങ്ങൾ ഞങ്ങൾക്ക് പല സമയങ്ങളിൽ തന്നിട്ടുണ്ട്. ഞങ്ങളെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പല പ്രവർത്തന ഘട്ടത്തിലും അത് ഗുണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ഈ റിപ്പോർട്ടർ TVയിലും ഞങ്ങളുടെ മറ്റുള്ള പ്രവർത്തന മണ്ഡലത്തിലും ഒക്കെ ഞങ്ങൾക്ക് ശോഭിക്കാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നികേഷ് സാർ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള പ്രവർത്തന മണ്ഡലത്തിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. വ്യക്തിപരമായ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം നികേഷ് സാർ ഇല്ലാത്ത മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആകും എന്നുള്ളതാണ് വസ്തുത. കാരണം നികേഷ് സാർ ഇരിക്കുമ്പോഴാണ് ആ ഒരു ടീമിൻ്റെ ഒരു പവർ അങ്ങോട്ട് പൂർണ്ണമാവുക. അതിപ്പോൾ ഓഫ് എയർ പറയുന്ന കാര്യങ്ങൾ ഓൺ എയർ അതേപോലെ തന്നെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നികേഷ് സാർ തന്നതുകൊണ്ടാണ് മീറ്റ് എഡിറ്റേഴ്സിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വിഷമം അതാണ്. നികേഷ് തമ്മിൽ വലിയ ശത്രുതയിലാണ് സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ ഞാൻ ജേർണലിസത്തിലേക്ക്, അതായത്
വിഷ്വൽ മീഡിയയിലേക്ക്, മാധ്യമപ്രവർത്തനം എന്നുള്ളത് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം എം വി നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് കാലം മുതലുള്ള ആ തീപ്പൊരി റിപ്പോർട്ടർ 2003 ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വിഷ്വൽ മീഡിയയിലേക്ക് വന്നത്. ജേർണലിസം എൻ്റെ ഒരു പാഷനായിരുന്നു. പക്ഷേ വിഷ്വൽ മീഡിയയിലേക്ക് വരാനും റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ആങ്കറിങ്ങും ഒക്കെ ഇത്രയും ഒരു ഇഷ്ടത്തോടെ അതേ സമീപിക്കാനും എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾ എം വി നികേഷ് കുമാറാണ്. അങ്ങനെ എൻ്റെ ഒരു ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഈ എനർജിയോട് കൂടി രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാലും തുടക്കവും ഒടുക്കവും ഒരേ എനർജിയിൽ വേണം എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചത് നികേഷ് സാറിൽ നിന്നാണ്. അപ്പോൾ അത് പ്രേക്ഷകരോട് കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നികേഷ് സാർ എന്ന് പറയുന്നത്, നികേഷ് സാർ ഇപ്പോൾ മീറ്റ് എഡിറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഗുരുവിന് പറയാം. അപ്പോൾ ശിഷ്യ ഗുരുവിനെ പറഞ്ഞത് ഗുരുവിന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഗുരു എന്നോട് ക്ഷമിക്കണം, ഗുരു ക്ഷമിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ നികേഷ് സാറ് നമുക്കൊരു നഷ്ടമാണ്. അതായത് ഇവിടെ നിന്ന് പോകുന്നത് നമുക്കൊരു നഷ്ടം തന്നെയാണ് റിപ്പോർട്ടറിന്. അത് നമ്മൾ ഓപ്പണായി അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു എഡിറ്റോറിയൽ ടീമിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് നികേഷ് സാർ അതിൻ്റെ നായകത്വം വഹിക്കുമ്പോഴായിരുന്നു. ആ ഒരു പൂർണ്ണതയിൽ നിന്ന് നമുക്കൊരു കുറവ് വരികയാണ്. പക്ഷേ ഒരു തീപ്പൊരി നേതാവിനെ കേരള രാഷ്ട്രീയത്തിന് നമ്മൾ സംഭാവന ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ തീപ്പൊരി നേതാവിനെയാണ് ഞങ്ങൾ സംഭാവന ചെയ്തത്. ബാക്കി പാർട്ടി തീരുമാനിക്കട്ടെ. നല്ല ഒരു നേതാവായിരിക്കും, ഞങ്ങളുടെ ഓമന നേതാവേ എന്ന അണികൾ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നേതാവായി അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ആശംസകളും. അത് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഒരുപക്ഷെ ഈ കഴിഞ്ഞ നമ്മുടെ കൗണ്ടിങ് ഡേയിൽ ആറ്റിങ്ങലിലെ ഫോട്ടോ ഫിനിഷ് വന്നപ്പോൾ വിജോയ് ഈ വിജോയ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നികേഷ് സാർ കണ്ടോണ്ടിരിക്കുക. നിങ്ങളൊക്കെ അത് മാറി മറിഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഒരു 4:15 മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു സൗണ്ട് വെള്ളമില്ല, ഇടയ്ക്ക് നാരങ്ങ വെള്ളം എന്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്, അതൊന്നും കുടിക്കാണ്ട് വിജോയ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ പ്രേക്ഷകരെ എടുത്ത് അതിൻ്റെ ആ ഫോട്ടോ ഫിനിഷിലെ ആ എനർജി, എന്തുമാത്രം എനർജിയാണ്. 4:15-5 മണിക്കാണ് ആ സൗണ്ട് പുറത്ത് വരുന്നത്. 6 മണിക്ക് തുടങ്ങിയതാണ്, രാവിലെ 6 മണിക്ക് തുടങ്ങിയത്. അപ്പോൾ 5 മണിക്ക് തുടങ്ങി ആ എനർജി. ഇടയ്ക്ക് ഞാനൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചു. അല്ല അത് ഞാൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അല്ല നമ്മൾ അത്രയും പവർ എനർജിയിലേക്ക് പറഞ്ഞ ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ള ചെറിയ കാര്യമല്ല. അത് പ്രേക്ഷകർ എൻജോയ് ചെയ്തു. ആ റിസൾട്ട് ഭയങ്കര ഫോട്ടോഗ്രാഫി നമ്മൾ അത് അടുത്ത് കണ്ടതാണ്. അത് പ്രേക്ഷകർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഫയറാണത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ മാറി വേറെ ഒന്നും അല്ലാത്തൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഉണ്ടല്ലോ, അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തൻ്റെ ഇടമാണ്. അത് നമുക്ക് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഐഡിയോളജി എല്ലാമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആണ് കറക്റ്റ്. തീർച്ചയായിട്ടും. എല്ലാവിധ ആശംസകളും അല്ലേ. നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ വഴിയിലാണ് ആലപ്പുഴ പോയതാണ്. ട്രാഫിക് ബ്ലോക്കുകാർ എത്താൻ പറ്റുന്നില്ല. ഉണ്ണിയും ഞാനും തമ്മിൽ റൂമിലുണ്ടോ? പിന്നെ ഡൽഹിയിലൊക്കെ ഒരേ ബെഡിലാണ് കിടന്നത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു പരിചയം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഔപചാരികത ഇല്ല, സ്പേസ് ഇല്ല. കാരണം എന്നെ കൊണ്ട് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ഉണ്ണി സാറിനെ കുറിച്ച് പറയേണ്ടി ചോദിച്ചപ്പോൾ ഉണ്ണി സാറിന് ഞാനൊന്നും സാറൊന്നും പറയാൻ നിൽക്കണ്ട, എല്ലാം എനിക്ക് പറയേണ്ടതെല്ലാം ഉണ്ണി സാർ നികേഷ് സാറിന് നേരിട്ട് അറിയാം. ബാച്ചിലർ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും ബിസി ചെയ്യുന്നത് ഏതായിരിക്കും അറിയോ? നമ്മുടെ 3 മണി എഡിറ്റോറിയൽ മീറ്റിംഗ് ആയിരിക്കും. അടികളുടെ കൂമ്പാരങ്ങൾ നടക്കുന്ന മീറ്റിംഗ് മിസ്സാകാന്ന് പറയുന്നതാണ് ഏറ്റവും തന്നെ. ഒരുപാട് പ്രേക്ഷകർക്ക് ഇത് മിസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നികേഷ് സാറിനെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ 9 മണി ടൈമിൽ നികേഷ് സാറിനെ കിട്ടാതെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് മിസ് ചെയ്യുന്ന അതേ ഫീൽ. രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ തൻ്റെ ഇടമുള്ള തീരുമാനം നികേഷ് കുമാർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാറിനെ കാത്തിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർ, ഒരു വാർത്താ അവതാരകൻ, ഒരു എഡിറ്റർ, അതുപോലെ തന്നെ ഒരു മികച്ച ഡിബേറ്റർ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മലയാള മാധ്യമ രംഗത്തെ ഏറ്റവും നല്ല ഡിബേറ്ററാണ്, ഏറ്റവും നല്ല ഡിബേറ്റ് എം വി നികേഷ് കുമാറിൻ്റെ ഡിബേറ്റാണ് കേരളം ഡിബേറ്റ് എന്ന രീതിയിൽ പരിചയിച്ചു വന്നത്. ഇപ്പോൾ പല ആളുകളും ആ മേഖലയിലേക്ക് ഉണ്ട്, സജീവമാണെങ്കിൽ പോലും ആ രീതിയിലെല്ലാം ആളുകളെ അത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവിടെയും ഒരു മിന്നും താരമായിട്ട് തന്നെ സാറ് മാറണം. മാറിയില്ലെങ്കിൽ സാറിനെ ഞങ്ങൾ ഒരു വിളി കൂടി വിളിക്കും. സംസ്കാരത്തിന് തന്നെ ഒരു നഷ്ടമാണ് മാധ്യമ സംസ്കാരം. അതെ, പക്ഷെ പേഴ്സണലി നമുക്ക് ആർക്കും നഷ്ടമില്ല. എല്ലാവരും ഒരുപാട് പ്രേക്ഷകരുടെ മെസ്സേജുകളുണ്ട്. റിയാസ് PM എൻ്റെ ചെറുപ്പം മുതലുള്ള ഫാനായിരുന്നു നികേഷ് കുമാർ. സ്വാർത്ഥതയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നേതാവായി വളരട്ടെ. ഇനി എന്ത് കാണും നമ്മൾ എന്നൊക്കെ ധാരാളം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് പ്രേക്ഷകർ. അല്ല, ഒരു കാര്യം അരുൺ സാറേ, ഈ വാതിൽ എപ്പോഴും തുറന്നിട്ട വാതിലാണ്.
നികേഷ് എപ്പോഴും കയറി ഞാൻ പറഞ്ഞു, ഞാൻ എഡിറ്റോറിയൽ താഴെ ഡെസ്ക് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഔചിത്യം ഇല്ലാതെ കയറി വന്ന് സംസാരിക്കാൻ പറ്റുന്ന നിലയിൽ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നികേഷ് സാറ് പേഴ്സണലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നികേഷ് സാർ തന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത് വളരെ, കാരണം ഞാൻ മാധ്യമം കണ്ടു പഠിച്ചതും എല്ലാം റിപ്പോർട്ടർ ടി വിയിലാണ്. നികേഷ് സാറിൻ്റെ സ്കൂളിലാണ്, അരുൺകുമാർ പറഞ്ഞതുപോലെ സ്കൂൾ ഓഫ് ജേർണലിസത്തിലാണ് ഞാനടക്കം മാധ്യമ പ്രവർത്തനം പഠിച്ചത്. ആ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ചർച്ചകളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളടക്കം മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഇതെൻ്റെ ഒരു പാഷനായി മാറാൻ ഒന്നാമത്തെ കാരണം, വേറൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചീഫ് എഡിറ്ററെ കൂടി ആയിരുന്നെങ്കിൽ, ഒരു മാനേജിങ് എഡിറ്ററുടെ കൂടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഈ പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൈ നീട്ടിയ കയ്യിൽ പിടിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ, അത് ഇതിനേക്കാൾ വലിയ ധൈര്യമാണ്. കാരണം അത് ആ കാലത്ത് ചർച്ച ചെയ്തതാണ്. അപ്പം ആ ധൈര്യം ഞങ്ങൾക്ക് തന്ന ഒരു പ്രചോദനം എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ഒരിക്കൽ കൂടെ നികേഷ് സാറിന് വലിയ ഉയരങ്ങളിൽ കാണാൻ, നമ്മൾക്ക് മുട്ടാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഉയരങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരാളായി മാറട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്. ഒരുപാട് പേര് ആശംസകളുമായിട്ട് എത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, എം വി നികേഷ് കുമാറിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയോ അല്ല പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് എം വി നികേഷ് കുമാർ പ്രവർത്തിക്കാൻ പോകുന്നത്. അത് ഒരുപക്ഷെ അടുത്ത കാലത്തേക്കും നമുക്ക് പരിചയമില്ലാത്ത ഒരു തുടക്കമാണ്. ആ തുടക്കത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നു, വലിയ നഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും എം വി നികേഷ് കുമാർ ഇല്ലാത്ത മീറ്റ് ദ എഡിറ്റേഴ്സ് ഞങ്ങൾക്ക് മിസ്സിംഗ് ആണ്. എഡിറ്റോറിയൽ ടീം മീറ്റിങ്ങുകളും ഞങ്ങളെ സംബന്ധിച്ച് മിസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു എന്തോ നമ്മളൊരു ഉപഹാരം, സ്നേഹോപഹാരം കൊടുക്കുന്നുണ്ട് അല്ലേ ശ്രീ ആൻറ്റോ? നമ്മളൊരു സ്നേഹോപഹാരം കൊടുക്കും. തീർച്ചയായിട്ടും ചെയർമാൻ സ്നേഹോപഹാരം കൊടുക്കും. പ്രേക്ഷകർ കണ്ടോളൂ നമ്മൾ തമ്മിൽ അല്ലേ. ഷോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഡിബേറ്റ് വിത്ത് Meet the editors.